ഒരു പുതിയ തിരുവനന്തപുരത്തേക്കാണ് പ്രധാനമന്ത്രി വരുന്നത്. നേരത്തെ വന്ന ഒരു തിരുവനന്തപുരമല്ല. ബിജെപിയുടെ മേയർ ദേശീയ തലത്തിൽ പോലും ബിജെപി വലിയ ചർച്ചയാക്കുന്ന, പല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും ചർച്ചയാക്കുന്ന ഒരു സ്ഥലത്തേക്ക്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തമാണിന്നത്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇതാദ്യമായി ഒരു കോർപ്പറേഷന്റെ ഭരണം കൈയാളുന്നു എന്നതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ പ്രധാനമന്ത്രി ഇവിടെ കാലുകുത്തിക്കില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മേയറായി പോയി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാമെന്നത് സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞവർക്കുള്ള ഒരു ശക്തമായ തിരിച്ചടി കൂടിയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഇന്നെന്തായാലും പ്രധാനമന്ത്രി വരുമ്പോൾ വേദിയിൽ തിരുവനന്തപുരത്തിന്റെ മേയർ ഉണ്ടാകുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മൾ ഈ ഒരുപാട് പ്രതീക്ഷയുണ്ട് തിരുവനന്തപുരം നിവാസികൾക്ക്. അവരെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ അവർക്ക് കൂടി നീതി കിട്ടണം. അവർ ഇത്രനാൾ എന്താണ് അനുഭവിച്ചിരുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം ഇന്ന് എനിക്ക് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേഷന്റെ ഏതെങ്കിലും പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷെ തീർച്ചയായും കോർപ്പറേഷൻ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വെറും 23 ദിവസമേ ആയുള്ളൂ ഭരണസമിതി അധികാരമേറ്റിട്ട്. 23 ദിവസം കൊണ്ട് അവർക്കൊരു മാസ്റ്റർ പ്ലാനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. അതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. പക്ഷേ തീർച്ചയായും മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസൃതമായ പരിപാടികൾ ഇവിടെ നടക്കും. പ്രധാനമന്ത്രി പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് അവ്യക്തമുണ്ട്. ചിലപ്പോൾ അദ്ദേഹം നടത്തുമായിരിക്കും.